അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ രണ്ടാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അദ്ദർസു സാനി ഹാമിദുൻ യുഹിബ്ബു സിറാഅ. ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നത്? 2 കുട്ടികളുണ്ട്. അവിടെ എന്തോ പണിയെടുക്കുന്നുണ്ട്. അവരടുത്ത് അവരെ ഉപ്പയുണ്ട്, കൈക്കോട്ട് കയ്യിലുണ്ട്, എന്തോ കൃഷി ചെയ്യുന്നു തോന്നുന്നു അല്ലേ. പിന്നെ കുറച്ചപ്പുറത്ത് 2 പെൺകുട്ടികളുണ്ട്, ഒരു ഉമ്മയുണ്ട്. അവരെന്തോ വീട്ടിലെന്തോ പണിയെടുക്കുന്നു അല്ലേ. പിന്നെ കിണറുണ്ട്, വയലുണ്ട്, മരമുണ്ട്, ബൈത്തുണ്ട്. അങ്ങനെ നല്ല മനോഹരമായൊരു ചിത്രം. ഇപ്പം ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇപ്പം നമ്മൾ സാധാരണ ഞാൻ മദ്രസയിൽ പോകുന്നു അല്ലേ, ചായ കുടിക്കുന്നു, എഴുതുന്നു, പഠിക്കുന്നു, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പറയും. ആ പറയുന്നത് എങ്ങനെ അറബിയിലേക്ക് പറയാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങളല്ല പറയുന്നത്, പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഞാനിപ്പോൾ പഠിക്കുകയാണ്, ഞാൻ ക്ലാസ് കേൾക്കുന്നു, ചായ കുടിക്കുന്നു, കളിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എങ്ങനെ അറബിയിൽ പറയും. അതേപോലെ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നാളെ ഞാൻ സ്കൂളിൽ പോവും, നാളെ ഞാൻ ടൂറ് പോവും, അല്ലെങ്കിൽ നാളെ പിന്നെ കളിക്കാൻ പോവും. ഇങ്ങനെ നമ്മൾ പിന്നീട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എങ്ങനെ അറബിയിൽ പറയാം, അതാണ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഹാമിദുൻ യുഹിബ്ബു സിറാഅ. ഹാമിദ് എന്തു ചെയ്യുന്നു? അവൻ ഇഷ്ടപ്പെടുന്നു. എന്തിനെ? കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അതാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. നമ്മൾ റെഡ് കളറുള്ള വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കുക. ചുവപ്പ് കളറുള്ള വാക്കുകൾ എന്തൊക്കെയാണ്? യുഹിബ്ബു, യദ്ഹബു, യർജിഉ, തഹ്തമ്മു, തുനള്ളിമു, യുഹിബ്ബാനി, യസൂറാനി, യഅ്മലു, യഗ്രിസൂന, യൽഅബൂന അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ യാ ഉണ്ട്. ഈ ചുവപ്പ് കളറിലുള്ള വാക്കുകളുടെയൊക്കെ തുടക്കത്തിൽ യാ ഉണ്ട്, അല്ലെങ്കിൽ താ ഉണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലായി, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറബിയിൽ പറയുമ്പോൾ തുടക്കത്തിൽ യാ ഉണ്ടാവാം, അല്ലെങ്കിൽ താ ഉണ്ടാകാം. അത് രണ്ടും നിങ്ങൾ ഓർത്തു വെക്കുക. യാ ഓ താ ഓ എന്തായാലും തുടക്കത്തിൽ ഉണ്ടാവും. ഇനി നമുക്ക് അർത്ഥം നോക്കാം. ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ. ഹാമിദുൻ എന്ന് പറഞ്ഞാൽ ഹാമിദ്, ത്വാലിബുൻ അവ വിദ്യാർത്ഥിയാണ്, മാഹിറുൻ നല്ല നിപുണനായ നല്ല കഴിവുള്ള വിദ്യാർത്ഥിയാണ്. യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു, അസ്സിറാഅത്ത കൃഷിയെ. ഇവലെന്താ കൃഷി ചെയ്യല്ലേ, അപ്പൊ കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അബൂഹു, അബു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാപ്പ അല്ലേ. അവന്റെ ഉപ്പ സാരിഉൻ, ഉപ്പാനെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ, കർഷകനാണ്. അപ്പൊ സാരിഉൻ എന്ന് പറഞ്ഞാൽ കർഷകനാണ്. യദ്ഹബു ഉപ്പ പോകും, സ്വബാഹൻ രാവിലെ, സുബഹി എന്നൊക്കെ പറയും നമ്മൾ, സ്വബാഹൻ രാവിലെ, ഇലൽ മസ്റഅത്തി കൃഷി സ്ഥലത്തേക്ക്. അപ്പോൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഉപ്പ രാവിലെ പോകും. വയർജിഉ എന്നിട്ട് മടങ്ങി വരും, മസാഅൻ വൈകുന്നേരം മടങ്ങി വരും. ഉമ്മുഹു ഉമ്മാന്റെ കാര്യം എന്താണ്? അവൻ്റെ ഉമ്മ റബ്ബത്തുൽ ബൈത്ത് വീട്ടുജോലിക്കാരിയാണ്, ഹൗസ് വൈഫാണ്. തഹ്തമ്മു ഉമ്മ പ്രത്യേകം ശ്രദ്ധിക്കും, ബിൽ മൻസിലി വീട്ടുകാര്യങ്ങളൊക്കെ. തുനള്ളിമു അത് ക്രമീകരിക്കും, അൽ ഉമൂറ തുനള്ളിമുൽ ഉമൂറ ഉമ്മ എന്ത് ചെയ്യും? കാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കി കൊണ്ടുവരും. വലി ഹാമിദിൻ ഹാമിദിനുണ്ട് സ്വദീഖാനി 2 കൂട്ടുകാരുണ്ട്. യുഹിബ്ബാനി അവർ 2 പേരും ഇഷ്ടപ്പെടുന്നു, ഐലൻ ഇവർക്ക് പുറമെ അസ്സിറാഅത്ത കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അവർ 2 പേരും എന്തിനിഷ്ടപ്പെടുന്നു? കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ യുഹിബ്ബു കണ്ടു, ഇവിടെ യുഹിബ്ബാനി കണ്ടു. എന്താ വ്യത്യാസം? യുഹിബ്ബു പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്നു, യുഹിബ്ബാനി പറഞ്ഞാൽ അവർ 2 ആൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടോ യസൂറാനി അവർ 2 പേരും സന്ദർശിക്കും, ഹാമിദിനെ കാണാൻ വരും. എന്നിട്ട് യഅ്മലു അവൻ ജോലി ചെയ്യും, ഫിൽ ഹഖലി എവിടെ? വയലിൽ ജോലി ചെയ്യും, വയലിൽ പണിയെടുക്കും. ഹാമിദും വ സദീഖാഹു അവൻ്റെ 2 കൂട്ടുകാരും യഗ്രിസൂന അവരെന്ത് ചെയ്യും? നടും, അന്നബാത്താത്തി ചെടികൾ അവരെന്ത് ചെയ്യും? നട്ടുപിടിപ്പിക്കും. വൽഅബൂന അവർ കളിക്കും, ബഅദൽ അമലി പണിയൊക്കെ എടുത്തതിന് ശേഷം കളിക്കും.
പണിയെടുക്കാതെ കളിക്കാൻ പോകില്ല, പണിയൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കളിക്കും. വലി ഹാമിദിൻ, ഹാമിദിനിക്കുണ്ട് ഉഖ്താനി, 2 സഹോദരിമാരുണ്ട്. അതാ നമ്മൾ ചിത്രത്തിൽ 2 സഹോദരിമാരെ കണ്ട് അല്ലേ. അവരെന്താണ് തദ്റുസാനി, അവർ രണ്ടുപേരും പഠിക്കുന്നു ഫിസ്സൊഫിൽ ഖാമിസ്, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തുസായിദാനി, അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്, രണ്ടുപേരും ഉമ്മാക്ക് സഹായിച്ചു കൊടുക്കണം അല്ലേ. തുസായിദാനി, അവർ രണ്ടുപേരും സഹായിക്കുന്നു. അൽ ഉമ്മ, ഉമ്മനെ സഹായിക്കുന്നു. അൽ ഉമ്മു, ഉമ്മയും വൽ ഉഖ്താനി, ഹാമിദിന്റെ 2 സഹോദരിമാരും യുറത്തിബിന, അവർ ക്രമീകരിക്കുന്നു. ഉമൂർ അൽ ബൈത്ത്, വീട്ടുകാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു, എല്ലാവരും കൂടിയിട്ട് ക്രമീകരിക്കും. യസ്റഅന, അവർ കൃഷി ചെയ്യുന്നു. അൽ ഖദറവാത്ത്, പച്ചക്കറികളും. വറാ അൽ മത്ബഖ്, അവരെ അടുക്കളയുടെ പിൻഭാഗത്ത്. അപ്പോൾ അടുക്കളയുടെ പിൻഭാഗത്ത് അവർ കൃഷി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ചുവപ്പ് കളറിലുള്ള വാക്കുകൾ പ്രത്യേകം പഠിക്കണം. ഇതിൻ്റെയൊക്കെ അർത്ഥം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടും, പോകുന്നു അല്ലെങ്കിൽ പോകും. പോകുന്നു പറഞ്ഞാൽ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം നമ്മൾ യദ്ഹബു എന്ന് പറയും. ഇനി നാളെ നമ്മൾ പോവുകയാണെങ്കിൽ എന്തെന്നെ പറയാം, യദ്ഹബു എന്ന് തന്നെ പറയും. യർജിഉ, മടങ്ങും അല്ലെങ്കിൽ മടങ്ങുന്നു. തഹ്തമു, പ്രത്യേകം ശ്രദ്ധിക്കുന്നു. തുനല്ലിമു, ക്രമീകരിക്കുന്നു. യുഹിബ്ബാനി, 2 ആളും ഇഷ്ടപ്പെടുന്നു. യസൂറാനി, 2 ആളും വിസിറ്റ് ചെയ്യുന്നു. യഅമലു, ജോലി ചെയ്യുന്നു. യഹരിസൂന, അവർ നട്ടുപിടിപ്പിക്കുന്നു. വയൽ അബൂന, അവർ കളിക്കുന്നു. തദ്റുസാനി, അവർ 2 പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. തുസായിദാനി, അവർ രണ്ടുപേരും സഹായിക്കുന്നു. യുറത്തിബിന, അവർ കുറേ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു, ക്രമത്തിലാക്കുന്നു. വെസ്റഅന, അവർ കുറേ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ഇത് വായിക്കാനാണ്. യുഹിബ്ബു, യുഹിബ്ബാനി അല്ലേ. യുഹിബ്ബു, യദ്ഹബു, യർജിഉ. യുഹിബ്ബാനി, യസൂറാനി. ഇത് രണ്ടും ഒരു സാമ്യത നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ അലിഫിൻ നൂനുണ്ട്, ഇവിടെ അലിഫിൻ നൂനുണ്ട് അല്ലേ. യഗ്രിസൂന, യൽഅബൂന, ഇവിടെ വാവിൻ നൂനുണ്ട്, ഇവിടെയും വാവിൻ നൂനുണ്ട്. തഹ്തമു, തുന, അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. തദ്റുസാനി, തുസായിദാനി, യുറത്തിബിന, യസ്റഅന, ഇത് രണ്ടും ഒരേ ഫോർമാറ്റാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 6 തരം എന്ത് ചെയ്യുന്നു, വാക്കുകൾ നമ്മൾ പഠിക്കുന്നു. 6 തരം വാക്കുകൾ. അതേതാ, 1, 2, 3, 4, 5, 6 ഇതും 6. അങ്ങനെ ഏത് ഒരു വാക്ക് കിട്ടിയാലും നമുക്ക് ഈ 6 രൂപത്തിലാക്കാൻ കഴിയും. അതെങ്ങനെ? യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന. തദ്ഹബു, തദ്ഹബാനി, യദ്ഹബിന. ഇവിടുത്തെ ആദ്യത്തെ 3 അത് ആണുങ്ങളെ പറ്റി പറയുമ്പോഴാണ് പറയുക. പിന്നുള്ള 3 പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോഴാണ് പറയും. അതേപോലെ ഇവിടുത്തെ ആദ്യത്തെ 3 ആണുങ്ങളെ പറ്റി, പിന്നെ പെണ്ണുങ്ങളെ പറ്റി. അപ്പോൾ ആദ്യത്തെ വരി ആണുങ്ങളെ പറ്റിയും പിന്നെ അതിൻ്റെ ബാക്കിയുള്ളത് പെണ്ണുങ്ങളെ പറ്റിയും. ഇനി നമുക്ക് അർത്ഥം നോക്കാം. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു. അപ്പോൾ ഇവിടെ ഒരാണ് പോകുമ്പോൾ യദ്ഹബു എന്ന് പറയും. രണ്ടാണുങ്ങൾ പോകുമ്പോൾ യദ്ഹബാനി എന്ന് പറയും. കുറേ ആണുങ്ങൾ പോകുമ്പോൾ യദ്ഹബൂന എന്ന് പറയും. അപ്പം എന്താ, കുറേ ആണുങ്ങൾ പോകുമ്പോൾ യദ്ഹബുന എന്ന് പറയാൻ പറ്റൂല. അറബി നിയമപ്രകാരം എന്തെന്നെ പറയണം, യദ്ഹബൂന എന്ന് തന്നെ പറയണം. ഇനി ഒരു പെണ്ണ് പോകുമ്പോൾ എന്താ പറയുക, തദ്ഹബു. 2 പെണ്ണുങ്ങൾ പോകുമ്പോൾ തദ്ഹബാനി. കുറേ പെണ്ണുങ്ങൾ പോകുമ്പോൾ യദ്ഹബുന. അപ്പോൾ ഇത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, നമ്മളിത് കാണാതെ പഠിക്കണം. അപ്പോൾ ഓരോ വാക്കുകളും ഇങ്ങനെ കാണാതെ പഠിക്കാൻ കഴിയുമോ, ഇല്ല. അതിന് എളുപ്പവഴിയുണ്ട്. ഇതാ ഇപ്പുറത്തെ പേജിൽ കണ്ടോ, ഇവിടെ ഇത് ഫോർമാറ്റാണ്. എഫ് അലു, എഫ് അലാനി, എഫ് അലൂന, ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് വാക്ക് കിട്ടിയാലും ഏത് ഫെയില് കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം, അത് ഈ ഫോർമാറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫസ്റ്റത്തെ വരി ആണുങ്ങൾക്ക് ഞാൻ പറഞ്ഞു, അത് അൽ മുദക്കർ പറഞ്ഞാൽ ആണുങ്ങൾക്ക്. എഫ് അലു, എഫ് അലാനി, എഫ് അലൂന. മുഫ്രദ് പറഞ്ഞാൽ ഒരാൾ, മുസന്ന പറഞ്ഞാൽ 2 ആൾ, ജം പറഞ്ഞാൽ കുറേ ആൾ. അപ്പോൾ എഫ് അലു, എഫ് അലാനി, എഫ് അലൂന. തഫ് അലു, തഫ് അലാനി, എഫ് അല്ല, ഇത് പെണ്ണുങ്ങൾക്ക്. ഈ വരി ഫുള്ള് പെണ്ണുങ്ങൾക്ക്. ഇനി നമുക്ക് വേറൊരു ഫീൽ കിട്ടുക. ഇപ്പോൾ എൽ അബു, അപ്പം എങ്ങനെ വരിക, എൽ അബു, എൽ അബാനി, എൽ അബൂന, തൽ അബു, തൽ അബാനി, എൽ അബിന. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ 6 പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായി നമുക്ക് ഏത് വാക്ക് വന്നാലും വളരെ സിമ്പിളായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പറയാൻ കഴിയും, എഴുതാനും കഴിയും. അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ കാണാതെ പഠിക്കുക. ഈ ഫോർമാറ്റ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഏത് ഫെയില് കിട്ടിയാലും അതിനനുസരിച്ച് പറയാനും പഠിക്കുക. ഇനി നമ്മൾ ഇങ്ങോട്ട് വരിക. ഇവിടെ നോക്കൂ, യദുറുസു, യദുറുസു, യദുറുസാനി, യദുറുസൂന. തദുറുസു, തദുറുസാനി, യദുറുസുന. ഇനി നുക്കമ്മിലുൽ ഫറാ കമാ ഫിൽ മിസാൽ, ഉദാഹരണം ചെയ്തു തന്നതുപോലെ നമ്മൾ ബാക്കിയുള്ള പൂരിപ്പിക്കാനാണ്. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്,
യർജിഉ യർജിആനി യർജിഊന. ഇത് ഏത് വരിയാണ്? ദ ഫസ്റ്റ് വരിയാണിത് അല്ലേ? യഫ്അലു യഫ്അലാനി യഫ്അലൂന. അടുത്തത് തെർജിആനി സെക്കൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക ഇത് പെണ്ണുങ്ങളെ വരിയാണ്. അപ്പോൾ എങ്ങനെ വരിക? ഇവിടെ നോക്കുക, യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന തദ്ഹബു വന്ന് ഈ യായിലേക്ക് ഈ യാ മാറ്റിയിട്ട് എന്താക്കി താ ആക്കി. അതാണ് ഇവിടെ മതി. കണ്ട 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 ഐഡിയ കണ്ടങ്ങൾ. ഇവിടെ യാ മാറ്റിയിട്ട് എന്താക്കുക? താ ആക്കുക. അപ്പം എന്തായി? പെണ്ണുങ്ങളതായി. ഇനി ഇവിടുത്തെ യാ മാറ്റിയിട്ട് താ ആക്കുക. അപ്പം എന്തായി? രണ്ട് പെണ്ണുങ്ങളായി. മനസ്സിലായോ? പിന്നെ യദ്ഹബൂന എന്നുള്ളത് എങ്ങനെ മാറുന്നത്? ഇവിടെ വാവ് കളയുക, എന്നിട്ട് വാവിന് 0 കൊടുക്കുക. അപ്പം യദ്ഹബിന എന്നാവും. അതാണ് പെണ്ണുങ്ങളത്. ട്രിക്ക് മനസ്സിലായോ? അപ്പോൾ ഇവിടെ തെർജിയാനി വന്നാൽ എന്താക്കണം? ഇവിടെ യാ തന്നില്ലേ, എർജിയു തന്നു. അപ്പോൾ യാ മാറ്റിയിട്ട് താ ആക്കിയാൽ പെണ്ണിൻ്റെ ആയി. തെർജിയു തെർജിയാനി എർജിഅന. എർജിഊന എന്നല്ല ഇവിടെ ഉള്ളത്. വാവ് കട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഐനിക്ക് 0 കൊടുക്കുക. അപ്പോൾ എർജിഅന. അപ്പോൾ അടുത്ത നിങ്ങൾ പറയും യുഹിബ്ബു യുഹിബ്ബാനി യുഹിബ്ബൂന. തുഹിബ്ബു തുഹിബ്ബാനി യുഹിബ്ബിബിന. അടുത്തത് ഇവിടെ തൽഅബു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ താല തന്നത്. അപ്പോൾ ഇവിടെ യാ ആക്കിയാൽ മതി. അപ്പോൾ എന്താ വരിക? യൽ അബു. പിന്നെ യൽ അബാനി യൽ അബൂന. തൽഅബു തൽഅബാനി യൽ അബിന. മനസ്സിലാവാത്തവർ ചോദിക്കുക. ഇനി ഈ രൂപത്തിലായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് വരിക. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണത്. ഇതെന്താണ്? ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട്. ഇവിടെ യോജിച്ചത് എഴുതാനാണ്. ഇത് എഴുതാൻ അറിയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം അറിയണം, ഈ തന്നിരിക്കുന്നതിൻ്റെ അർത്ഥം അറിയണം, പിന്നെ കുറച്ച് ട്രിക്കും മനസ്സിലാക്കണം. ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഉസ്താദ് അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്രസത്തി അല്ലേ? അപ്പോൾ ഉസ്താദ് മദ്രസയിലേക്ക് പോകുന്നതാണ്. ഇവിടെ യദ്ഹബു ഉണ്ട്, യസ്റ ഉണ്ട്, തദ്ഹബു ഉണ്ട്. ഇത് പോകുന്നതാണ്, ഇതും പോകുന്നതാണ്. ഇതോ? ഇത് കൃഷി ചെയ്യും. അപ്പോൾ ഉസ്താദ് കൃഷി ചെയ്യുന്നാവില്ലല്ലോ ഇവിടെ ഉണ്ടാവും. ഉസ്താദ് പോകുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണോ നോക്കേണ്ടത്? അതിന് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ആണിനാണ് പെണ്ണാണെങ്കിൽ തുടക്കത്തിൽ താ ഉള്ളെടുത്താൽ മതി. ട്രിക്ക് മനസ്സിലായിക്കോളി. ഒരു പെണ്ണിനെ കുറിച്ചാണ് പറയുന്നെങ്കിൽ തുടക്കത്തിൽ താ ഉള്ളതാണ് എടുക്കേണ്ടത്. നിങ്ങളിവിടെ നോക്കുക, ഇവിടെ പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത് അല്ല, ഉസ്താദാണ്, ആണാണ്. അപ്പോൾ ഇവിടെ ഏതാ എടുക്കേണ്ടത്? യദ്ഹബ് എടുക്കേണ്ടത്. യസ്റവ് എന്തായാലും എല്ലാം എന്ന് ഉറപ്പിച്ച്. ഇനി ഇത് രണ്ടോ ബാക്കിയുള്ളത്. ഇത് രണ്ടിൽ ഏതാ എടുക്കേണ്ടത്? എങ്ങനെ നോക്കുക? തുടക്കത്തിൽ താ ആണെങ്കിൽ പെണ്ണിൻ്റെതായിരിക്കും. ഇവിടെ പെണ്ണല്ല, ആണാണ്. അപ്പോൾ യദ്ഹബ് എടുക്കണം. അപ്പോൾ അൽ ഉസ്താദ് യദ്ഹബ്. ട്രിക്ക് മനസ്സിലായോ? അടുത്ത അൽ ബിന്താനി ഡാഷ് അലൽ മഖഅദി അല്ലേ? എന്തൊക്കെ ഉത്തരമുള്ളത്? തജ്ലിസു തജ്ലിസാനി യജ്ലിസാൻ. ഇവിടെ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ ബിന്താനി പറഞ്ഞ 2 പെൺകുട്ടികളാണ്. അൽ മഖഅദി പറഞ്ഞ ബെഞ്ചിൻ്റെ മേലെ. അപ്പോൾ 2 പെൺകുട്ടികൾ ബെഞ്ചിൻ്റെ മേലെ ഇരിക്കുന്നു എന്നാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ഉത്തരമുണ്ട്? 1 2 3 ഉത്തരമുണ്ട്. ഇതിൽ ഒരു ട്രിക്ക് ഉണ്ട്. ഇവിടെ അവസാനം അലിഫ് നൂനും വന്നിട്ടില്ലേ? ഉണ്ട്, ഒരു അലിഫ് നൂനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവസാനം അലിഫ് നൂനുള്ള ഏതൊക്കെയാണ്? അതിലേതെങ്കിലും ഒന്നേ വരുള്ളൂ. അത് ആദ്യം ഉറപ്പിക്കുക. അപ്പോൾ ഇവിടെ അലിഫ് നൂനുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് വരൂല. പിന്നെ ഇത് രണ്ടുള്ളൂ, തജ്ലിസാനി യജ്ലിസാൻ. ഇതിൽ ഏതാണ് എന്നെങ്ങനെ ഉറപ്പിക്കുക? ഇവിടെ പെണ്ണാണ്, പെൺകുട്ടിയാണ് നമ്മൾ പഠിച്ചു. തുടക്കത്തിൽ താ ഉള്ളതാണ്. അപ്പോൾ ഇതാണ് എടുക്കേണ്ടത്. അൽ ബിന്താനി തജ്ലിസാനി അലൽ മഖഅദി. ട്രിക്ക് മനസ്സിലായോ? അടുത്തത് 3 അത്വാലിബാനി ദുറൂസഹുമ. അപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ത്വാലിബാനി അലിഫുൻ നൂനുണ്ട് അല്ലേ? അപ്പൊ ഇനി ഇതിൽ അലിഫുൻ നൂനുള്ള എടുത്താട്ടെ. ഇതുണ്ട്, ഇതില്ലല്ലോ, ഇതില്ല. അപ്പൊ ഇത് ഒഴിവാക്കി. ഇനി ഇത് രണ്ടിൽ ഏതാ നോക്കുക? അത്വാലിബാനി പറഞ്ഞാൽ ആൺകുട്ടികൾ എന്നാണ്, 2 വിദ്യാർത്ഥികൾ. അപ്പൊ 2 വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഇതാണോ വരേണ്ടത്? ഇതാണ് വരേണ്ടത്. കാരണം എന്താ? യാ ആണ് അല്ലേ? കാരണം താവ് പെണ്ണല്ലേ, ഇവിടെ 2 ആൺകുട്ടികളല്ലേ. അപ്പൊ ഇതാണ് ശരി. അടുത്ത് അൽ വാലിദത്തു ഡാഷ് അൽ ഇദാം. അപ്പൊ അൽ വാലിദത്തു തദ്ഹബു യത്ബഹു തത്ബഹു. അതാണ് ഉത്തരമുള്ളത്. ഇനി നോക്കുക, അൽ വാലിദത്തിന്റെ അർത്ഥമൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ നോക്കുക, അവിടെ അവസാനം താവുണ്ട്. അപ്പോൾ ഉറപ്പിക്കുക ഇതൊരു പെണ്ണാണ്, ഇത് ഉമ്മയാണ്. അൽ വാലിദത്ത് പറഞ്ഞാൽ ഉമ്മ എന്നർത്ഥം കേട്ടോ. അപ്പോൾ ഇവിടെ ഉമ്മ എന്ത് ചെയ്യുന്നു? കറി ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ തദ്ഹബ് ഉണ്ട്. തദ്ഹബ് പറഞ്ഞാൽ പോവുക എന്നോ? ഉമ്മ കറി പോകുമെന്ന് പറയോ? പറ്റൂല. അപ്പൊ തദ്ഹബു അല്ലാന്ന് ഉറപ്പിച്ചു. പിന്നെ യത്ബഹും തത്ബഹു ഉണ്ട്. ഒപ്പം ഉറപ്പിക്കുക ഉമ്മയാണ്, പെണ്ണാണ്. അപ്പൊ താ ആണ്. അപ്പൊ തത്ബഹു. ട്രിക്ക് മനസ്സിലായില്ലേ? അടുത്ത് അർറിജാലു ബിൽ ഖുറത്തി. അർറിജാലു ബിൽ ഖുറത്തി. അർറിജാലു ഇവിടെ പുരുഷന്മാർ എന്നാണ്. അതായത് കുറേ ആണുങ്ങളെ പറ്റി അവിടെ പറയണത്. ഇത് അലിഫും നൂനും വരുമ്പോൾ 2 ആളെ പറ്റിയായിരിക്കും. അത് നമ്മളിവിടെയൊക്കെ മനസ്സിലായി. അലിഫും നൂനും വരുമ്പോൾ 2 ആളെ പറ്റിയാണ്.
അപ്പോൾ ഇതും രണ്ടാളെ പറ്റിയാണ്. അലിഫും നൂനും വരുമ്പോൾ ഇത് രണ്ടും പറ്റൂല. കാരണം രണ്ടാളെ പറ്റി, ഇവിടെ കുറേ ആളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഏതാ വേണ്ടി? എൽ അബൂന. അടുത്ത അൽ ബനാത്തു ഡാഷ് അൽ ജരീദത്ത. ഇവിടെ യഖറഇന, പിന്നെ യഖറഊന, തഖറആനി, ഇങ്ങനെ മൂന്നെണ്ണം ഉള്ളത്. നോക്ക്, അൽ ബനാത്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ എന്നാണ്. കുറേ പെൺകുട്ടികളാണ്. കുറേ പെൺകുട്ടികൾ പത്രം വായിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ അലിഫും താവു ആണ് അല്ലേ? അലിഫും താവും. അപ്പോൾ എന്താ മനസ്സിലാക്കുക? എന്താണ് ഇത്? പെൺകുട്ടികൾ, കുറേ പെൺകുട്ടികളെ കുറിച്ച്, കുറേ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴാണ് അലിഫും താവും വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാ ചേർക്കേണ്ടത്? യഖറഇന എന്നാ ചേർക്കേണ്ടത്. യഖറഇന, അതായത് ഇവിടെ വരുന്നത് എഫ് എൽന വരുന്നത്, എഫ് എൽന. അപ്പോൾ യഖറഇന, യഖറഊന, പിന്നെ തഖറആനി ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പെണ്ണുങ്ങൾക്കൊക്കെ താ ആണ്, പക്ഷെ പെണ്ണുങ്ങൾക്ക് എല്ലാത്തിലും താവില്ല. ഇതിലും തീലും താവുണ്ട്, പക്ഷെ ഇതിലെന്താ ഉള്ളത്? യാ ഉള്ളത്. അപ്പോൾ എങ്ങനെ ട്രിക്ക് മനസ്സിലാക്കുക? ഇവിടെ നൂനിന് ഫതഹാണ്, കണ്ടോ? ഇവിടെ നൂനിന് ഫതഹാണ്, വാവില്ല താനും അല്ലേ? വാവില്ല, എന്നിട്ട് നൂനിന് ഫതഹാണെങ്കിൽ എന്ത് മനസ്സിലാക്കുക? അതും പെണ്ണുങ്ങനാണ് മനസ്സിലാക്കുക. ഇവിടെ നൂനിന് ഫതഹ ഉണ്ട്, പക്ഷെ ഇവിടെ വാവുണ്ട്, ഇവിടെ വാവില്ല. അങ്ങനെ ട്രിക്ക് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇനി അടുത്ത ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് വരും. പരീക്ഷയ്ക്ക് ഈ അഭ്യാസ ഭാഗത്ത് തന്നെ ആയിരിക്കും ചോദ്യം അധികം ഉണ്ടാവുക. അത് ആദ്യം ഓർത്ത് വെക്കുക. വിദ്യാർത്ഥി പോകുന്നു. വിദ്യാർത്ഥി പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്താ അറബിയിൽ പറയാം? അത്വാലിബു. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ? അത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥി. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്താ പറയുക? അത്വാലിബു, വിദ്യാർത്ഥി. പോകുന്നു എന്നുള്ളതിന് എന്താ പറയാ? നമ്മൾ പഠിച്ചു യദ്ഹബു. അപ്പോൾ ഒരാൾ പോകണ ഇനി എഫ് അലു എന്നാ പറയാം. ഇത് ഒരാൾക്കാണ്, ഇത് രണ്ടാൾക്ക്, ഇത് കുറേ ആൾക്ക്. അപ്പോൾ നമുക്ക് തൽക്കാലം മൂന്നിടാം. ഇത് ഒരു പെണ്ണ്, രണ്ട് പെണ്ണ്, കുറേ പെണ്ണുങ്ങൾ. അപ്പോൾ വിദ്യാർത്ഥി പോകുന്നു. അത്വാലിബു എഫ് അലു എന്നുള്ളടത്ത് എന്താക്കും? അത്വാലിബു യദ്ഹബു. അടുത്തത് രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു. പെൺകുട്ടി എന്ന് പറയുന്നത് ബിന്ദുന. ഇപ്പൊ രണ്ട് പെൺകുട്ടികളിനെ നമ്മളിവിടെ പഠിച്ചു. ബിന്താനി, ബിന്താനി, രണ്ട് പെൺകുട്ടികൾ. നമുക്ക് കളിക്കുന്നു. കളിക്കണീന് എന്താ പറയുക? എൽ അബു. അപ്പൊ രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വരിയിലാണ് വരിക, ഈ വരിയിലാണ് വരിക, ഈ വരിയില. കാരണം എന്താ? പെണ്ണുങ്ങളെ വരി ഇതാണല്ലോ. ഇപ്പൊ തഫ് അലു തഫ് അലാനി. അപ്പൊ കളിക്കണീന് എന്താ പറയാ? എൽ അബു എന്നാ പറയാ, എൽ അബു. അപ്പോ എൽ അബു എൽ അബാനി, എൽ അബൂന തൽ അബു തൽ അബാനി. അപ്പൊ എന്താ വേണ്ടി? അൽ ബിന്താനി, അൽ ബിന്താനി തൽ അബാനി. അടുത്തത് പെൺകുട്ടികൾ മടങ്ങുന്നു. പെൺകുട്ടികൾ മടങ്ങുന്നു. പെൺകുട്ടികൾ എന്നുള്ളതിന്റെ വാക്ക് പഠിച്ചു വെക്കുക. അൽ ബനാത്ത്, പെൺകുട്ടികൾ. ഇനി മടങ്ങുന്നു എന്ന് പറയുമ്പോൾ കുറേ പെൺകുട്ടികളുണ്ട്. അപ്പൊ ഇതിൽ ഏത് വരിയാണ്? ഈ വരിയിലെ എത്രാമത്താണ്? ഇതാണ്, കുറേ പെൺകുട്ടികൾ അല്ലേ? മടങ്ങുന്നു എന്നുള്ളതിന് എന്താ പറയാ? എർജിഉ എന്നാ പറയാ. എർജിഉ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചു, എർജിഉ. അപ്പോൾ എർജിഉ ഇവിടെ കൊടുക്കുക. എർജിഉ, എർജിയാനി, എർജിഊന, തെർജിഉ, തെർജിയാനി. അപ്പൊ ഇവിടെ വരിക അല്ല, പെൺകുട്ടികളെ. അപ്പൊ എർജിഅന. അടുത്തത് രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു. രണ്ട് ആൺകുട്ടികൾ എന്നുള്ളതിന് എന്താ പറയുക? വലദാനി, വലദാനി. എഴുതുന്നുള്ളതിന് എന്താ പറയുക? യക്തുബു. അപ്പോൾ രണ്ട് ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ആൺകുട്ടികളെ വരിയിൽ രണ്ടാമത്തെ. അപ്പോൾ എന്താണ്? എഫ് അലാനി. അപ്പോൾ യക്തുബാനി. അപ്പോൾ അൽ വലദാനി യക്തുബാനി. മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കാനാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കും. മൻസിൽ എന്ന് പറഞ്ഞാൽ വീട്, മനാസിൽ പറഞ്ഞാൽ വീടുകൾ, അമ്രുൻ കാര്യം, ഉമൂർ കാര്യങ്ങൾ. ഇതൊക്കെ എന്താണ്? ജം ആണ്. ജം എന്ന് പറഞ്ഞാൽ കുറേ കാര്യത്തിന് പറയുന്നത്. നബാത്ത് ചെടി, നബാത്താത്ത് ചെടികൾ, ഖദറാ പച്ചക്കറി, ഖദറാവാത്ത് പച്ചക്കറികൾ. ഇനി മുദക്കർ കണ്ടെത്താനാണ്. മുദക്കർ പറഞ്ഞാൽ ആണുങ്ങൾക്ക് പറയുന്നത്. ഉമ്മ, ഉമ്മൻ്റെ മുദക്കർ എന്താണ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പറയുന്നത് എന്താണ്? അബ് അല്ലേ? ഉപ്പ. അപ്പൊ സ്വദീഖത്ത് പറഞ്ഞാൽ കൂട്ടുകാരി. അപ്പൊ എന്താ വരിക? ഇവിടെ താ ഒഴിവാക്കുക. അപ്പൊ എന്താ വരിക? സ്വദീഖുൻ. ഉഖ്തുൻ, ഉഖ്തു പറഞ്ഞ സഹോദരി. അപ്പൊ സഹോദരൻ എന്താ പറയാ? അഹ്. ഈ താവ് ഒഴിവാക്കുക. അപ്പൊ അഹ് എന്ന് വരും. അടുത്തത് ഇനി ഇവിടെ മാലി കണ്ടെത്താനാണ്. എന്താ ഈ മാലി പറഞ്ഞാല്? അത് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ? നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നതില്ലേ, ഈ സംഗതികളൊക്കെ മുതാരിയായ ഫീലാണ്. എന്താ ഈ മുതാരി പറഞ്ഞാല്? അത് നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഈ പാഠത്തിൽ പറഞ്ഞ എന്താണ്? പഠിക്കുന്നു, എഴുതുന്നു, കളിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളോ അങ്ങനത്തെ ഫിഅലുകൾക്കാണ് എന്ത് പറയുക? മുളാരിയ എന്ന് പറയുക. എന്താ പറയുക? മുളാരിയ. മുളാരിയ. ഇപ്പം നമ്മൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾക്കാണ് എന്ത് പറയുക? മുളാരി എന്ന് പറയുക.
ഇനി നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ, കഴിഞ്ഞ സമയത്തൊക്കെ ചെയ്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താ പറയുക? മാളി എന്നാ പറയുക. അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചത് എന്താ പറയുക? പഠിച്ചു എന്നാ പറയാം അല്ലേ? മലയാളത്തിൽ നമ്മൾ പറയും പഠിച്ചു എന്ന് പറയും. ഇപ്പോൾ പഠിക്കണേനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ പോയി, അത് നമ്മൾ നേരത്തെ ചെയ്ത കാര്യത്തിനെ പറയാം പോയി, അപ്പോൾ അത് മാളിയാണ്. ഇനി പോകും, അപ്പോൾ അത് മുളാരിയാണ്. അല്ലെങ്കിൽ പോകുന്നു, അതും മുളാരിയാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ പഠിച്ച വാക്കുകളൊക്കെ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യം ചെയ്തത് എങ്ങനെ അറബിയിൽ പറയാം എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ യദ്ഹബ്, ഇത് നമ്മൾ ഫീൽ മാളി എന്ന് പറഞ്ഞിട്ട് പിന്നെ 3-ാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ 3-ാം ക്ലാസ് കഴിഞ്ഞ് വന്ന ആളുകൾക്ക് അത് പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പുതിയ പുസ്തകത്തിൽ 3-ാം ക്ലാസ്സിൽ മാളി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ 4-ാം ക്ലാസ്സിലുണ്ട് മാളി. അവിടെ എത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടി ശരിക്കും മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു. അപ്പോൾ പോയി എന്ന് എങ്ങനെ പറയാം അറബിയിൽ? ദഹബ. അപ്പോൾ എന്താ ചെയ്തത്? ഇവിടുത്തെ യാ ഒഴിവാക്കി അല്ലേ? യാ ഒഴിവാക്കിയിട്ട് ദാലിന് ഫത്തഹ് കൊടുത്തു. അപ്പോൾ ദഹബ എന്ന്. അപ്പോൾ നിങ്ങൾ പറയും എർജു ആകുമ്പോൾ എന്താ വരിക? നിങ്ങൾ റജു എന്ന് പറയും അല്ലേ? എന്നാൽ അങ്ങനെ അല്ല, എന്താ വരിക? റജ. എന്താ വരിക? റജ. അപ്പോൾ അത് നമ്മൾ ശരിക്കും അങ്ങനെ തന്നെ പഠിക്കണം, വേറെ മാർഗമല്ല. യഗ്രിസു ഗറസ, യൽഅബു ലഇബ, തദുറുസു ദറസ, യുഹിബ്ബു അഹബ്ബ. ഇനി അടുത്തത്, ഇതിൽ നിന്ന് മുളാരിയായ ഫീലിന്റെ താഴെ വരക്കാനാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാഹ്. ഇവിടെ ഏതാണ് മുളാരിയായ ഫീല്? നമുക്കറിയാം, തുടക്കത്തിൽ യാഓ അല്ലെങ്കിൽ താओ ഉണ്ടാവും. ദാ യുഅ്മിനൂന, യുഖീമൂന, അതാണ് മുളാരിയായ ഫീൽ. വറഅയ്ത الناس يدخلون في دين الله أفواجا. ഏതാ? യദ്ഖുലൂന. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഇവിടെ നിങ്ങൾ യാ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയും? അടിവരയിടും. പക്ഷെ ഇത് പറ്റൂല. കാരണം നമ്മൾ ഈ ഫോർമാറ്റ് പഠിച്ചില്ലേ, എഫ് അൽ എഫ് അലാൻ. ഈ ഫോർമാറ്റിൽ തുടക്കത്തിൽ യാ വരുന്നു. യൗമഇദ് എന്ന് പറയുമ്പോൾ എഫ് അൽ ഫോർമാറ്റ് ആണോ? എഫ് അലാനി ഫോർമാറ്റ് ആണോ? ഈ ഫോർമാറ്റ് ഒന്നും അല്ല. അപ്പോൾ യൗമഇദിൻ പറ്റൂല. പിന്നെ തുഹദ്ദിസു പറ്റും. അതെന്താണ്? തഫ് അലാനി ഫോർമാറ്റ് ആണ്. അടുത്ത് അല്ലദീ യുവസ്വിസു, അത് ഈ ഫോർമാറ്റാ പറ്റും. പിന്നെ ഇത് നിങ്ങൾ കോപ്പി ചെയ്താനാണ്. ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ മനസ്സിലാവാത്ത ആളുകളൊക്കെ സംശയങ്ങൾ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നും കൂടി മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. മാളി കൂടി പഠിക്കുമ്പോൾ നമുക്ക് ഈ മുളാരി ഒന്നും കൂടി വ്യക്തമായി മനസ്സിലാവും. അസ്സലാമു അലൈക്കും.